ഈ വീഡിയോയിൽ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിൽ പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എന്നിവയുടെ ഇമേജ് ഫോർമേഷനും അതിന്റെ യൂസസും, മിറർ ഇക്വേഷൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, മാഗ്നിഫിക്കേഷൻ എന്നീ മുഴുവൻ പോർഷനും റിഫ്ലക്ഷന്റെ ബേസിക്സ് ഉൾപ്പെടെ പ്രാക്ടിക്കലിന്റെയും ട്രിക്കുകളുടെയും സഹായത്തോടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്യാപ്സ്യൂൾ സെഷന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വണ്ടിയുടെയൊക്കെ സൈഡ് മിററിൽ എഴുതിയിട്ടുണ്ട് ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന്. ഇത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. ഇത് എന്തുകൊണ്ടാണെന്ന് ഉൾപ്പെടെയുള്ള പല രസകരമായ കാര്യങ്ങളും പഠിക്കുന്ന ടെക്സ്റ്റിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും ചെറിയ പാഠങ്ങളിലൊന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ പ്രതിപതനം. ലൈറ്റ് ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിൽ തട്ടി അതേ മീഡിയത്തിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈറ്റിന്റെ റിഫ്ലക്ഷനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ചില പോർഷൻ കാണുമ്പോൾ പണ്ട് പഠിച്ചതാണല്ലോ എന്ന് കരുതി നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം ഈ ഒരു തുടക്കം നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഈ പടത്തിലൂടെ ഒരു മിററിൽ എങ്ങനെയാണ് ലൈറ്റ് വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതുവഴി ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയാനാണ് പോകുന്നത്. ഓർക്കുക, ഏതൊരു മിറർ എടുത്താലും അതിന് ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന സൈഡും ഉണ്ട്, ഒരു റിഫ്ലക്റ്റ് ചെയ്യാത്ത സൈഡും ഉണ്ട്. അപ്പൊ നമ്മളിത് പടത്തിൽ കാണിക്കുമ്പോൾ നമ്മളൊരു ലൈൻ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഏത് വശത്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാത്ത വശം കാണിക്കാനായിട്ട് നമ്മൾ ആ ലൈനിന്റെ റിഫ്ലക്റ്റ് ചെയ്യാത്ത വശത്ത് ഇങ്ങനെ കുറച്ച് വരയിടും. ഇങ്ങനെ പടം വരച്ചാൽ ഇതിൻ്റെ അർത്ഥം ഈ വര ഇല്ലാത്ത വശമായ ഈ സൈഡിലായിരിക്കും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ഈ പടത്തിൻ്റെ അർത്ഥം കണ്ണാടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതായത് മുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വശവും താഴെ റിഫ്ലക്റ്റ് ചെയ്യാത്ത വശവും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ മിററിലേക്ക് ലൈറ്റ് വന്ന് തട്ടുകയാണെങ്കിൽ ആ തട്ടിയ ലൈറ്റ് മിററിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. ആ പടമാണ് ഈ കാണിക്കുന്നത്. ഇതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ വരച്ച് നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റ് വന്ന് നമ്മുടെ മിററിൽ തട്ടുന്ന പോയിന്റിനെ, തട്ടുന്നത് എന്ന അർത്ഥമുള്ള ഇൻസിഡന്റ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ആ പോയിന്റ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഈ പടത്തിനകത്ത് ഈ O ആണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. വന്ന് ഈ മിററിൽ തട്ടിയ അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്ത റേയെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നാണ് വിളിക്കുന്നത്. ഈ പടത്തിൽ അത് AO, അതായത് AO എന്നാണ് ഇൻസിഡന്റ് റേ നമ്മൾ വിളിക്കുന്നത്. ഇനി വന്ന് തട്ടിയ ആ റേ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോയില്ലേ, സോ ആ റിഫ്ലക്റ്റ് ചെയ്ത് പോയ റേയെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ പടത്തിലാണെങ്കിൽ ഈ OB ആണ് റിഫ്ലക്റ്റഡ് റേ. സോ ഈ പടത്തിൽ നോക്കിയാൽ OB എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് റേ നമുക്ക് കാണാം. ഒരു കാര്യം കൂടെ, വന്ന് പതിച്ച ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആയ Oയിൽ നിന്ന് കണ്ണാടിക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. പെർപെൻഡിക്കുലർ എന്ന് തന്നെ അർത്ഥമുള്ള നോർമൽ എന്ന വാക്കുകൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ ആ ലൈനാണ് ഈ NO അല്ലെങ്കിൽ ON എന്ന് പറയുന്ന ഈ കണ്ണാടിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ. അതിനെ നമ്മൾ വിളിക്കുന്നത് നോർമൽ ടു ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, അതായത് പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വര എന്നാണ്. ഈ കാണുന്ന നോർമൽ എന്ന് പറഞ്ഞ് വരയ്ക്കുന്ന വര ഇൻസിഡന്റ് റേയുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഇൻസിഡന്റ് റേയുമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് I എന്ന ലെറ്റർ വെച്ചാണ് ഇതിനെ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ നോർമൽ എന്ന് പറഞ്ഞ് വരയ്ക്കുന്ന ഈ വര റിഫ്ലക്റ്റഡ് റേയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. റിഫ്ലക്റ്റഡ് റേയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയതുകൊണ്ട് R എന്ന ലെറ്റർ വെച്ചിട്ടാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെ നമ്മൾ കാണിക്കുന്നത്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആയ ആംഗിൾ Iയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയ ആംഗിൾ Rഉം സെയിം ആയിരിക്കും എന്നാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വരച്ചേക്കുന്ന പടത്തിനകത്ത് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുത്തേക്കുന്ന 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉറപ്പായിട്ടും 30 ഡിഗ്രി തന്നെ വരണമെന്നാണ്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനായിട്ട് ഒരു ചെറിയ പീസ് കണ്ണാടി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഞാനൊരു ലേസർ ബീം കടത്തിവിടാൻ പോവുകയാണ്. ആ ലേസർ ബീം ഈ കണ്ണാടിയിൽ തട്ടി ഇതുവഴി തന്നെയാണോ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് റിഫ്ലക്റ്റഡ് റേ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിട്ട് നമ്മൾ വരച്ചതുപോലെ തന്നെയാണ് എക്സ്പെരിമെന്റിലും കിട്ടുന്നത്. ഇനി ഈ ലോസ് ഓഫ് റിഫ്ലക്ഷനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമൽ ടു ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഒരേ പ്ലെയിനിലായിരിക്കും നിലനിൽക്കുന്നതെന്ന്. ഇനി നമുക്ക് എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ എന്നും ഇറഗുലർ റിഫ്ലക്ഷൻ എന്നും നോക്കാം. സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലാണ് റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇവിടെ ഒരു സ്മൂത്ത് സർഫസ് കൺസിഡർ ചെയ്യുക. അതിലേക്ക് ലൈറ്റിന്റെ റേസ് വന്ന് പാരലായിട്ട് വന്നതിനകത്ത് തട്ടുന്നെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് റേസ് പാരലായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
ഇതിനെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ മിററിനകത്തൊക്കെ നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നിടത്ത് ഇമേജ് ഉണ്ടാകുമെന്നൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇറഗുലർ റിഫ്ലക്ഷൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വസ്തുക്കൾ ആലോചിക്കുക. ഇവയുടെ സർഫസ് റഫ് ആണ്. ഇങ്ങനെയുള്ള റഫായിട്ടുള്ള സർഫസിൽ ലൈറ്റ് റേസ് പാരലായിട്ട് വന്ന് വീഴുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറഗുലർ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇതിനെയാണ് ഇറഗുലർ റിഫ്ലക്ഷൻ അഥവാ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓർക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ എക്സാമ്പിളായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇറഗുലർ റിഫ്ലക്ഷൻ കാരണം ഒരു കാരണവശാലും ഇമേജ് ഉണ്ടാകത്തില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നമ്മുടെ ഇമേജ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചാൽ മതി. സോ അടുത്ത പോർഷൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഈ പാഠത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതും വളരെ എളുപ്പമുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പലർക്കും പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. മറ്റൊന്നുമല്ല, ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒരു പ്രത്യേകത, നമുക്ക് കിട്ടുന്ന ഇമേജ് റിയൽ ആയിരിക്കും, അതായത് യഥാർത്ഥ ഇമേജ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് വിർച്വൽ ആയിരിക്കും, അതായത് മിഥ്യയായ ഇമേജ് ആയിരിക്കും. മറ്റൊരു പ്രത്യേകത, നമുക്ക് കിട്ടുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തലകീഴായിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, അതായത് നിവർന്നിരിക്കും. ഇത് പലർക്കും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്നും ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്കും പഠിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. ആദ്യം നമുക്ക് എന്താണ് റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ ഇമേജ് എന്ന് നോക്കാം. യഥാർത്ഥ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ അഥവാ പ്രതിബിംബത്തെ ഒരു സ്ക്രീനിൽ കിട്ടണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ട് ഒബ്ജക്റ്റായിട്ട്. ഞാൻ ഈ മെഴുകുതിരിയുടെ ഇമേജിനെ ഒരു സ്ക്രീനിൽ ഒരു മിറർ വെച്ച് ഒപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ മെഴുകുതിരിയുടെ ഇമേജ് ഒരു സ്ക്രീനിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ഇമേജ് എന്ന് വിളിക്കുന്നത്. ഈ ഇമേജിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നോക്കുക. മെഴുകുതിരിയുടെ നാളം തലകീഴായിട്ടാണ് എനിക്ക് സ്ക്രീനിൽ കിട്ടുന്നത്. സോ ഈ തലകീഴായിട്ട് കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് റിയൽ ഇമേജ് എന്നാണ്. അതായത് ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഈ റിയൽ ഇമേജിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ കണ്ടു. റിയൽ ഇമേജ് എല്ലായ്പ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. നമുക്കിവിടെ മെഴുകുതിരിയുടെ നാളം തലകീഴായിട്ടല്ലേ കിട്ടിയത്. സോ റിയൽ ഇമേജ് എപ്പോഴും തലകീഴായിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് എന്താണ് വിർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യ ഇമേജ് എന്ന് നോക്കാം. നമ്മുടെ സാധാരണ മുഖം നോക്കുന്ന പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം ആലോചിക്കുക. ഈ മിററിനുള്ളിൽ ഇമേജ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നുണ്ട്. നമ്മളെല്ലാവരും മുഖം നോക്കുന്നതാണ് അല്ലേ. ഈ ഇമേജ് നമുക്കൊരു സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമോ, പുറത്തുള്ളൊരു സ്ക്രീനിൽ ഈ ഇമേജ് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പറ്റത്തില്ല. സോ ഇങ്ങനെ സ്ക്രീനിൽ കിട്ടാത്ത ഇമേജുകളെയാണ് നമ്മൾ മിഥ്യ അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ കണ്ണാടി തന്നെ ആലോചിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് തലകീഴായിട്ടല്ല കാണുന്നത്, നിവർന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും വിർച്വൽ ഇമേജുകൾ നിവർന്ന് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ട് ഇരിക്കും. സോ ട്രിക്ക് ഇതാണ്. റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, വിർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. റിയൽ ഇമേജിൻ്റെ കൂടെ എപ്പോഴും ഇൻവേർട്ടഡ് ആണെന്നും വിർച്വലിൻ്റെ കൂടെ എപ്പോഴും ഇറക്റ്റ് ആണ് വരുന്നതെന്നും എക്സാമിന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വല്ലതും വരികയാണെങ്കിൽ ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. ഇൻവേർട്ടഡ് എന്ന് എഴുതുമ്പോൾ അത് തുടങ്ങുന്നത് ഐയിലാണ്, ഇറക്റ്റ് എന്ന് എഴുതുമ്പോൾ അത് തുടങ്ങുന്നത് ഇയിലാണ്. സോ ട്രിക്ക് ഇതാണ്. റിയൽ എന്ന് എഴുതുമ്പോൾ ഓൾറെഡി 6 കഴിഞ്ഞ് ഇ വരുന്നുള്ളത് കൊണ്ട് നമുക്കിനി ഇയിൽ തുടങ്ങാത്ത സാധനം വേണം റിയലിൻ്റെ കൂടെ എഴുതാൻ, അത് ഇൻവേർട്ടഡ് ആണ്. അതുപോലെ വിർച്വൽ എന്ന് എഴുതുമ്പോൾ ഓൾറെഡി വി കഴിഞ്ഞ് ഐ വരുന്നതിനാൽ ഇനി ഐയിൽ തുടങ്ങാതെ ഇയിൽ തുടങ്ങുന്ന ഇറക്റ്റ് വേണം വിർച്വലിൻ്റെ കൂടെ എഴുതാൻ. നമുക്ക് പഠിക്കാനുള്ളത് പ്ലെയിൻ മിററിനെ പറ്റിയും സ്ഫെറിക്കൽ മിററുകളായ കോൺകേവ് മിററിനെ പറ്റിയും കോൺവെക്സ് മിററിനെ പറ്റിയുമാണ്. ആദ്യം നമുക്ക് പ്ലെയിൻ മിററിനകത്ത് എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിക്കാൻ നേരത്ത് ഒരു പ്ലെയിൻ മിററിൽ വന്ന് ലൈറ്റ് റേ വീഴുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ പ്ലെയിൻ മിററിന് ഇട്ടിരിക്കുന്ന പേര് PQ എന്നാണ്. ഒബ്ജക്റ്റിന്റെ പേര് O എന്നാണ്. ഈ കറുത്ത കുത്താണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിൽ നിന്നും 2 ലൈറ്റിന്റെ റേ വരുന്നതായിട്ട് കണക്കാക്കുക. ഒന്നിന് ഞാൻ OA എന്ന് പേരിട്ടു, മറ്റൊന്നിന് OC എന്ന് പേരിട്ടു. മിററിൽ വന്ന് തട്ടുന്ന ഈ ലൈറ്റ് റേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. സോ OA റിഫ്ലക്റ്റ് ചെയ്യുന്നത് AB ആയിട്ടും OC റിഫ്ലക്റ്റ് ചെയ്യുന്നത് CD എന്ന് പറഞ്ഞ ഈ ലൈറ്റ് റേ ആയിട്ടും ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കണ്ണ് കാണുന്നത് AB എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ ഈ ഭാഗത്ത് നിന്ന് എവിടുന്നോ വരുന്നതായിട്ടും CD എന്ന് പറയുന്ന ഈ ലൈറ്റിൻ്റെ റേ ഈ ഭാഗത്ത് നിന്ന് എവിടുന്നോ വരുന്നതായിട്ടാണ്. അത് എവിടുന്നാന്ന് അറിയാൻ വേണ്ടി നമ്മളിത് രണ്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയാണ് ഈ ഇമേജ് ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നത്. സോ ഇങ്ങനെയാണ് പ്ലെയിൻ മിററിൽ ഇമേജ് ഉണ്ടാവുന്നത്.
ഈ പ്രതിബിംബത്തിന്റെ അല്ലെങ്കിൽ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നമുക്കിതിന്റെ ബാക്കിൽ ഇമേജ് ഉണ്ടായതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. സോ ഇതൊരു വിർച്വൽ ഇമേജ് ആണ് അല്ലെങ്കിൽ മിഥ്യയായ ഇമേജ് ആണ്. അതുപോലെ തന്നെ വിർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിവർന്നായിരിക്കും ഇരിക്കുന്നത്. അത് ഓർക്കാനും എളുപ്പമാണ്. നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ ഒരു കാരണവശാലും തലതിരിഞ്ഞല്ല നമ്മുടെ ഇമേജ് കാണുന്നത്, നേരെ നിവർന്ന ഇമേജ് തന്നെയായിരിക്കും കാണുന്നത്. അടുത്ത പ്രത്യേകത, കണ്ണാടിയിൽ കാണുന്ന ഇമേജ് നമ്മളുടെ സെയിം സൈസിലായിരിക്കും കാണുന്നത്. ഒരിക്കലും കണ്ണാടിയിൽ വലുതായിട്ടോ അല്ലെ ചെറുതായിട്ടോ അല്ല കാണുന്നത്. സോ സെയിം സൈസ് അഥവാ തുല്യ വലുപ്പമായിരിക്കും ഇമേജിന്. അടുത്ത പോയിന്റ്, നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്നും ഈ മിററിലേക്കും മിററിൽ നിന്നും ഇമേജിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ പ്രതിബിംബം കണ്ണാടിയിൽ അടുത്തായിട്ടും കണ്ണാടിയിൽ നിന്ന് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഇമേജ് കണ്ണാടിയിൽ ദൂരെയായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. സോ അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന് ലാറ്ററൽ ഇൻവേർഷൻ നടക്കും അഥവാ പാർശ്വിക വിപര്യം നടക്കും. ഇതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒറിജിനൽ ഇമേജിലെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഇമേജിൻ്റെ റൈറ്റ് സൈഡായിട്ടായിരിക്കും തോന്നുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ ക്യാപ്സ്യൂൾ സെഷൻ എന്നുള്ളത് അതിനകത്ത് കാണുമ്പോൾ തിരിഞ്ഞല്ലേ കാണുന്നത്. അതിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലെയിൻ മിറർ വെച്ചിട്ടുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും അതിൻ്റെ ഇമേജ് ഫോർമേഷനുമാണ്. ഇവിടെ നമ്മൾ രണ്ട് പ്ലെയിൻ മിറർ എടുത്തിട്ട് അതിൻ്റെ എഡ്ജസ് അഥവാ അരികുകൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. 180 ഡിഗ്രിയിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു ഇമേജാണ് കിട്ടുന്നത്. നമ്മൾ ആംഗിൾ 120 ആക്കുമ്പോൾ 2 ഇമേജസ് കിട്ടുന്നതായിരിക്കും. ആംഗിൾ 90 ഡിഗ്രി ആക്കുമ്പോൾ 3 ഇമേജസ് കിട്ടുന്നതായിരിക്കും. ആംഗിൾ 60 ഡിഗ്രി ആക്കുമ്പോൾ 5 ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആംഗിൾ 45 ഡിഗ്രി ആക്കുമ്പോൾ 7 ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആംഗിൾ 30 ഡിഗ്രി ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എണ്ണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11 മെഴുകുതിരിയുടെ ഇമേജ് സ്ക്രീനിൽ നിന്നും എണ്ണാൻ സാധിക്കും. നമ്മളിപ്പോൾ 180 ഡിഗ്രി കൊടുത്തപ്പോൾ ഒരു ഇമേജ് ഉണ്ടായി, 120 കൊടുത്തപ്പോൾ 2 ഇമേജ് ഉണ്ടായി. അങ്ങനെ ഓരോ ആംഗിളിലും കിട്ടിയ ഇമേജുകളാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് എപ്പോഴും പ്രാക്ടിക്കൽ ചെയ്ത് ഇമേജിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓരോ ആംഗിൾ കൊടുക്കുമ്പോഴും കിട്ടുന്ന ഇമേജുകളുടെ എണ്ണം ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. n = 360 / θ - 1. നമുക്ക് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴുള്ള ഇമേജിന്റെ എണ്ണമാണോ അറിയേണ്ടത്, ആ ആംഗിൾ തീറ്റയ്ക്ക് പകരം കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്നിന്റെ വാല്യൂ ആയിരിക്കും ഇമേജുകളുടെ എണ്ണം. ഉദാഹരണത്തിന് നമുക്ക് 90 ഡിഗ്രി കൊടുത്തപ്പോൾ ഉള്ള കേസ് ഈ ഇക്വേഷൻ വെച്ച് നോക്കാം. അതായത് n = 360 / തീറ്റയുടെ സ്ഥലത്ത് നമ്മൾ 90 ഇട്ടു, എന്നിട്ട് -1 എന്ന് എഴുതി. ഇവിടെ നമ്മൾ 360നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. സോ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിൽ 4 - 1 എന്ന് കിട്ടും. നമുക്കറിയാം 4 - 1 3 ആണ്. സ്ഥലമില്ലാത്ത ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. സോ ഇതിന്റെ ആൻസർ 3 എന്നാണ്. അതായത് ആംഗിൾ നമ്മൾ 90 ഡിഗ്രി കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഇമേജുകളുടെ എണ്ണം 3 ആണ്. ഇങ്ങനെ നമുക്ക് ഏത് ആംഗിളിലുള്ള ഇമേജുകളുടെ എണ്ണവും ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. പ്ലെയിൻ മിറർ കൂടാതെ നമുക്ക് 2 ടൈപ്പ് സ്പെറിക്കൽ മിററിനെ പറ്റി പഠിക്കാനുണ്ട്. ഒന്ന് കോൺകേവ് മിററും മറ്റൊന്ന് കോൺവെക്സ് മിററും. ഒരു കർവ് ചെയ്തിരിക്കുന്ന മിററിൻ്റെ ഉള്ളിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഉള്ളിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് കാണിക്കാനാണ് നമ്മൾ റിഫ്ലക്ഷൻ നടക്കാത്ത പുറത്തെ സൈഡിൽ ഇങ്ങനെ വരയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു കർവ് ചെയ്തിരിക്കുന്ന മിററിൻ്റെ പുറത്താണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഈ പടത്തിലെ പോലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കർവ്ഡ് മിററിൻ്റെ പുറത്താണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ ആ ടൈപ്പ് മിററിനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നത്. ഇവിടെ പുറത്താണ് റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസ് എന്ന് കാണിക്കാനാണ് നമ്മൾ അകത്ത് ഈ വരയിട്ട് വെച്ചിരിക്കുന്നത്. ചിലർക്ക് ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ബ്ലെൻഡർ ട്രിക്ക് പറയാം. ഓർക്കുക, ബ്ലെൻഡർ ട്രിക്കാണ്, അതായത് പറയാൻ പോകുന്ന മണ്ടത്തരമാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകുന്നവർക്ക് ഞാൻ ഈ പറയുന്ന ട്രിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഈ ട്രിക്ക് ഉപയോഗിക്കാം. ഒരു ട്രിക്ക്, കോൺകേവ് എന്ന് എഴുതുമ്പോൾ അതിൽ കേവ് ഉണ്ട്. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. നമുക്കെപ്പോഴും ഗുഹയ്ക്കുള്ളിൽ കയറാനാണ് താല്പര്യം. സോ കോൺകേവ് മിററിനകത്ത് ഗുഹ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഉള്ളിലായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇനി മറ്റൊരു ട്രിക്ക്, കോൺവെക്സ് എന്ന് എഴുതുമ്പോൾ അതിനകത്ത് എക്സ് ഉണ്ട്. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗേൾ ഫ്രണ്ടോ എക്സ് ബോയ് ഫ്രണ്ടോ ആലോചിക്കുക. എന്തായാലും പുറത്താക്കിയ ആളാണ് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയ ആളെന്നല്ലേ അർത്ഥം. സോ കോൺവെക്സ് മിററിനകത്തും പുറത്തായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ, ഗുഹയ്ക്ക് ഉള്ളിൽ കയറാനാണ് നമുക്ക് ആഗ്രഹം. സോ ഉള്ളിൽ റിഫ്ലക്ഷൻ നടക്കും. അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയ ആളെന്നാണ് അർത്ഥം. സോ പുറത്ത് റിഫ്ലക്ഷൻ നടക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് ഓർത്തിരുന്നാൽ ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതെ പഠിക്കാം. അടുത്തായിട്ട് നമുക്ക് സ്പെറിക്കൽ മിററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ സ്പെറിക്കൽ മിറർ
ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണെന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ സ്ഫിയർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒത്ത നടുക്കത്തെ ആ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഈ കർവിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സെൻറ്ററിൻ്റെ സി എന്ന ലെറ്റർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ സെൻറ്ററിൽ നിന്നൊരു ലൈൻ വരയ്ക്കുമ്പോൾ അത് മിററിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ പോൾ എന്നാണ് വിളിക്കുന്നത്, പി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പോൾ വരെയുള്ള ദൂരത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്നും പറഞ്ഞ് എക്സാമിന് ഒരു വാല്യൂ തന്നാൽ അതിൻ്റെ അർത്ഥം പോളിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ദൂരമാണ് അവർ തന്നിരിക്കുന്നതെന്നാണ്. ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ നിന്ന് പോൾ വരെയുള്ള ദൂരത്തിൻ്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് എന്ന്. സോ നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി r/2 ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് എത്രയാണെന്ന് കിട്ടും. 4 ടേംസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടായെന്ന് ജസ്റ്റ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോളിൽ നിന്നും ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് u എന്നാണ്. പോളിൽ നിന്നും ഇമേജ് ഉണ്ടായിടം വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് v എന്നാണ്. ഇനി ഒബ്ജക്റ്റിനെയും ഇമേജിനെയും ഹൈറ്റ് എങ്ങനെ കാണിക്കുന്നത് നോക്കാം. ഹൈറ്റ് എന്ന് കാണിക്കാൻ h എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എന്നതിന്റെ o കൂടെ ചേർത്ത് HO എന്ന് വിളിക്കും. ഇമേജിന്റെ ഹൈറ്റ് ആണെങ്കിൽ hന്റെ കൂടെ ഇമേജിന്റെ i ചേർത്ത് HI എന്ന് വിളിക്കും. ഇനി നമുക്ക് എങ്ങനെയൊക്കെ സ്ഫെറിക്കൽ മിററിൽ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് വേഗം നോക്കാം. നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസിൽ കൂടി തിരിച്ചു പോകുന്നതായിരിക്കും. ഇനി ഒബ്ജക്റ്റിൽ നിന്നും ഫോക്കസ് വഴി ഒരു ലൈറ്റ് റേ പോവുകയാണെങ്കിൽ അത് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നതായിരിക്കും. ഇനി നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്നും ഡയറക്റ്റ് ഒരു ലൈറ്റ് റേ പോളിൽ വന്ന് തട്ടുകയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കിയ ആംഗിള് സെയിം തന്നെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്ന റേ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത്. സോ അതേ ആംഗിളിൽ തന്നെ അത് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഇനി ഒബ്ജക്റ്റിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചർ വഴി ഒരു ലൈറ്റ് റേ പോയി മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് റേ തിരിച്ച് അതേ വഴി തന്നെ വരുന്നതായിരിക്കും. നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്ന ഡയഗ്രാം വരയ്ക്കാൻ 2 റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. സോ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് അവിടെ ഓരോ കേസിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഇമേജ് ഫോർമേഷനും അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർക്കുക, കോൺകേവ് മിററിനകത്ത് 6 കേസും കോൺവെക്സ് മിററിനകത്ത് 1 കേസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിത് ട്രിക്കുകൾ ഉൾപ്പെടെ വെച്ച് പഠിക്കാം. നമുക്ക് കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ഒരു കോൺകേവ് മിററിൽ 6 കേസുകളാണ് ഇമേജ് ഫോർമേഷന് വേണ്ടി പഠിക്കാനുള്ളത്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴേക്കും ഒരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതൊരു കോൺകേവ് മിററും ഇതതിൻ്റെ പോളും ഇത് ഫോക്കസും ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറും ആണെങ്കിൽ ഒന്നാമത്തെ കേസ് ഒബ്ജക്റ്റ് മിററിൽ നിന്നും വളരെ അകലെ, അതായത് ഇൻഫിനിറ്റിയിലാണ് എങ്കിൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ് ഒബ്ജക്റ്റ് വെക്കേണ്ടത് സിയുടെ അപ്പുറത്ത്, അതായത് ബിയോണ്ട് സി ആണ്. മൂന്നാമത്തെ കേസ് ഒബ്ജക്റ്റ് സിയിൽ വെക്കുകയാണെങ്കിൽ, അതായത് അറ്റ് സി. നാലാമത്തെ കേസ് ഒബ്ജക്റ്റ് സിയുടെയും എഫിന്റെയും ഇടയ്ക്ക് വരുന്ന രീതിയിലും. അഞ്ചാമത്തെ കേസ് ഒബ്ജക്റ്റ് എഫിൽ വരുന്ന രീതിയിലും. ആറാമത്തെ കേസ് ഒബ്ജക്റ്റ് എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് വെക്കുന്നതായിട്ടുമാണ് നമ്മൾ കണക്കാക്കുന്നത്. നമുക്കിതിന്റെ ഓരോ കേസും നോക്കാം. ഒന്നാമത്തെ കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചു. അപ്പോൾ നമുക്ക് വളരെ അകലെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ കിട്ടുന്ന റേസ് പാരലായിട്ട് വരുന്ന റേസ് ആയിരിക്കും. അങ്ങനെയുള്ള 2 പാരലൽ റേസ് റിഫ്ലക്ഷന് ശേഷം കൂട്ടിമുട്ടിയത് ഫോക്കസിലാണ്. ഇമേജിന്റെ പൊസിഷൻ അറ്റ് ഫോക്കസ് ആയിരിക്കും. ഈ ഇമേജിന്റെ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രാക്ടിക്കൽ കൂടി കണ്ടിട്ട് നോക്കാം. ഇവിടെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഫിഗറിലെ പോള്, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ എന്നിവ നമ്മളിവിടെ PFC എന്ന ലെറ്റേഴ്സ് വെച്ച് കാണിച്ചിട്ടുണ്ട്. ഈ കോൺകേവ് മിറർ പോളിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഒരു മിറർ ഹോൾഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റായിട്ട് സൂര്യനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇമേജ് കിട്ടിയിരിക്കുന്നത് ഫോക്കസിലാണ്. ഇമേജിന്റെ പ്രത്യേകത കൂടി നോക്കുക. ഒരു സ്ക്രീനിൽ കിട്ടിയ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് റിയൽ ഇമേജ് ആണ്. അതുപോലെ ഇമേജ് ഇൻവേർട്ടഡ് ആണ്, അതായത് നമുക്ക് കിട്ടുന്നത് തല തിരിഞ്ഞാണ്. ഇനി ഇതിന്റെ സൈസ് നോക്കിയാൽ നമുക്ക് കാണാം വളരെ ചെറുതായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത്, അതായത് ഹൈലി ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. സോ ഇമേജിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഇമേജ് റിയൽ ആയിരുന്നു, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഈ ഹൈലി ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ വളരെ ചെറുതാണെന്നുള്ളത് ഈ പടം കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഈ 2 റേ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിലാണ്, അതായത് അത്ര ചെറുതായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. രണ്ടാമത്തെ കേസിൽ ഒബ്ജക്റ്റ് വെക്കുന്നത് ബിയോണ്ട് സി, അതായത് സിക്ക് അപ്പുറത്തായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ബീം റിഫ്ലക്ഷന് ശേഷം
കൂട്ടിമുട്ടുന്നത് സിയുടെയും എഫിൻ്റെയും ഇടയ്ക്കായിട്ടാണ്. സോ പൊസിഷൻ ഓഫ് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് നമുക്ക് കാണാം. ഇനി ഇമേജിന്റെ പ്രത്യേകതകൾ നോക്കുക. ഒന്ന്, ഇതൊരു റിയൽ ഇമേജ് ആണ്. അതുപോലെ ഇത് ഇൻവേർട്ടഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റിയൽ ഇമേജ് ആണെന്ന് എങ്ങനെ പറഞ്ഞെന്ന് ഡൗട്ട് ഉള്ളവർ ശ്രദ്ധിക്കുക. ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇമേജ് വന്നിരിക്കുന്നത്. ഇൻവേർട്ടഡ് ഇമേജ് എപ്പോഴും റിയൽ ആയിരിക്കും. ഇനി ഇതിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റിനേക്കാളും ചെറിയ സൈസിലാണ് ഇമേജ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ ഇമേജ് ആണെന്ന് പറയും. ഇതിന്റെ എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ കേസിൽ നമ്മൾ ഒബ്ജക്റ്റായ മെഴുകുതിരി ബിയോണ്ട് സി, അതായത് സിക്ക് ഇപ്പുറത്താണ് വെക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ ഇമേജ് എവിടെയാണ് ഉണ്ടാവുന്നത് നോക്കാം. എഫിൻ്റെയും സിയുടെയും ഇടയ്ക്കാണ് എനിക്ക് കറക്റ്റായിട്ട് ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നത്. സ്ക്രീനിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കും. അതുപോലെ തലക്കീഴായിട്ടാണ്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതുപോലെ വസ്തുവിനേക്കാൾ ചെറിയ സൈസിലായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. മൂന്നാമത്തെ കേസിൽ ഒബ്ജക്റ്റ് സിയിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന ലൈറ്റ് ബീംസ് റിഫ്ലക്റ്റ് ചെയ്ത് കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്, അതായത് സിയിൽ തന്നെയാണ്. സോ പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് സി തന്നെ ആയിരിക്കും. ഇമേജിൻ്റെ പ്രത്യേകതകൾ നോക്കുക. ഒന്ന്, ഇത് ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് റിയൽ ഇമേജ് ആണ്. പിന്നെ സൈസ് നോക്കിയാൽ ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും സൈസ് സെയിം ആണ്. നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ ഒന്ന് നോക്കാം. ഈ കേസിൽ നമുക്ക് ഒബ്ജക്റ്റ് സിയിൽ വെച്ചിട്ട് ഇമേജ് എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇമേജ് കിട്ടിയിരിക്കുന്നത് സിയിൽ തന്നെയാണ്. ഇമേജിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ ഇമേജ് ഒരു സ്ക്രീനിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് യഥാർത്ഥ ഇമേജ് അഥവാ റിയൽ ഇമേജ് ആണ്. അതുപോലെ ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തലക്കീഴായിട്ട് അഥവാ ഇൻവേർട്ടഡ് ആയിട്ട് ആണ്. ഇനി ഇമേജിന്റെയും ഒബ്ജക്റ്റിന്റെയും സൈസ് നോക്കിയാൽ രണ്ടും സെയിം ആണ്. നാലാമത്തെ കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. അതായത് സിയുടെയും എഫിൻ്റെയും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ബീംസ് റിഫ്ലക്റ്റ് ചെയ്ത് കൂട്ടിമുട്ടുന്നത് ബിയോണ്ട് സി, അതായത് സിക്ക് അപ്പുറത്താണെന്ന് കാണാം. സോ പൊസിഷൻ ഓഫ് ഇമേജ് ബിയോണ്ട് സി ആണ്. ഇമേജിന്റെ ഫീച്ചേഴ്സ് നോക്കുക. ഇത് ഇൻവേർട്ടഡ് ആണ്, അതുപോലെ ഇത് റിയൽ ഇമേജ് ആണ്. സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ടാണ് കിട്ടുന്നത്. സോ നമ്മളതിനെ എൻലാർജ്ഡ് ഇമേജ് എന്നാണ് വിളിക്കുന്നത്. നമുക്കിതിന്റെ പ്രാക്ടിക്കൽ ഒന്ന് കണ്ടു നോക്കാം. സിയുടെയും എഫിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇമേജ് എവിടെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഇവിടെ ക്ലിയർ ആണ്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നെയും കൊള്ളാതാവുന്നുണ്ട്. സോ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെയാണ് കറക്റ്റായിട്ട് ഇമേജ് കിട്ടുന്നത്. നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത് ബിയോണ്ട് സി, അതായത് സിക്ക് അപ്പുറത്തായിട്ടാണ്. ഇമേജിൻ്റെ പ്രത്യേകതകൾ ഒരു സ്ക്രീനിൽ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ ഇമേജ് ആണ്. അതുപോലെ നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത് തലക്കീഴായിട്ടാണ് അഥവാ ഇൻവേർട്ടഡ് ആയിട്ടാണ്. ഇനി ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ എൻലാർജ്ഡ് ഇമേജ് എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമത്തെ കേസിൽ ഒബ്ജക്റ്റ് അറ്റ് എഫ് എന്നാണ് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് നമ്മൾ എഫിൽ ഫോക്കസിൽ വെക്കണം. ഈ കേസിൽ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് റേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് തമ്മിൽ കൂട്ടിമുട്ടാതെ പാരലായിട്ട് പൊക്കോണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ നമുക്ക് പറയാം ഇവിടെ ഇമേജ് ഉണ്ടാവുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കുമെന്ന്. അതായത് പൊസിഷൻ ഓഫ് ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇമേജിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, അത് റിയൽ ആയിരിക്കും. അതുപോലെ സൈസ് നോക്കിയാൽ നമുക്ക് കാണാം ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉണ്ടാകുന്ന ഇമേജ് ഹൈലി എൻലാർജ്ഡ്, അതായത് വളരെ വലുതെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ കൂടി കണ്ടു നോക്കാം. ഈ കേസിൽ ഞാൻ ഒബ്ജക്റ്റ് കറക്റ്റ് ഫോക്കസിൽ വെച്ചു. നമുക്ക് ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം ഞാൻ എത്ര സ്ക്രീൻ വെച്ച് നോക്കിയാലും എനിക്ക് ഇമേജ് കറക്റ്റായിട്ട് ഒരു സ്ക്രീനിൽ കിട്ടത്തില്ല. അതായത് ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഈ ഇമേജിൻ്റെ പ്രത്യേകത ഇതൊരു സ്ക്രീനിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് റിയൽ അഥവാ യഥാർത്ഥ ഇമേജ് ആണ്. അതുപോലെ ഇമേജ് കിട്ടേണ്ടത് തലക്കീഴായിട്ട് അഥവാ ഇൻവേർട്ടഡ് ആയിട്ടാണ്. സൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ വലിയ ഇമേജ് ആയിരിക്കും, അതായത് ഹൈലി എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ആറാമത്തെ കേസിൽ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് വെക്കേണ്ടത് എഫിൻ്റെയും പിയുടെയും ഇടയിലാണ്. ഈ കേസിൽ ലൈറ്റ് ബീം റിഫ്ലക്ട് ചെയ്തതിനു ശേഷം രണ്ടും രണ്ട് വഴിക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാരണവശാലും ഇത് എവിടെയും ചെന്ന് കൂട്ടിമുട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. സോ ഈ റേസ് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. മിററിന്റെ പിന്നിലായിട്ട് ഇവിടെ ഇമേജ് ഉണ്ടായതായിട്ട് തോന്നും. സോ പൊസിഷൻ ഓഫ് ദ ഇമേജ് ബിഹൈൻഡ് ദ മിറർ ആണ്. ഇമേജിന്റെ പ്രത്യേകത നോക്കുക. ഇത് നിവർന്നിരിക്കുന്ന ഇമേജ് ആയതുകൊണ്ട് ഇറക്റ്റ് ആണ്, അതുപോലെ വിർച്വൽ ഇമേജ് ആണ്. ഇനി സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ്. സോ എൻലാർജ്ഡ് ഇമേജ് ആണ്. നമുക്ക് പ്രാക്ടിക്കൽ കണ്ടു നോക്കാം. ഈ കേസിൽ നമ്മൾ ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇമേജ് കിട്ടത്തില്ല. പകരം നമ്മൾ ഈ മിററിന് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇമേജ് അവിടെ ഉണ്ടായതായിട്ട് കാണാം. ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ്, അഥവാ ഈ ദർപ്പണത്തിന്റെ പിന്നിലാണ്. സ്ക്രീനിൽ കിട്ടാത്ത ഇമേജ് ആയതുകൊണ്ട് തന്നെ
തന്നെ ഇത് മിഥ്യ ആയ ഇമേജ് ആണ് അഥവാ വിർച്വൽ ഇമേജ് ആണ്. ഇമേജ് നോക്കുക, അത് തലകീഴായിട്ടല്ല ഇരിക്കുന്നത്, നിവർന്ന അഥവാ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുപോലെ ഇമേജിന്റെ സൈസ് നോക്കുക, ഒബ്ജക്റ്റിനേക്കാളും വലുതായിട്ടാണ് അഥവാ എൻലാർജ് ആയിട്ടാണ് നമുക്കിവിടെ ഇമേജ് കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ഇവിടെ നമ്മൾ കോൺവെക്സ് മിററിന്റെ മുന്നിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അവിടെ ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് രണ്ട് വഴിക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇമേജ് ഈ സൈഡിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് തോന്നുന്നു അറിയാൻ വേണ്ടി നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഇമേജ് ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ്. ഇമേജിന്റെ ഫീച്ചേഴ്സ് നോക്കുക, ഇമേജ് നിവർന്നാണ് ഇരിക്കുന്നത്, അതായത് ഇറക്റ്റ് ആണ്. അതുപോലെ ഇറക്റ്റ് ഇമേജ് എപ്പോഴും വിർച്വൽ ആയിരിക്കും എന്ന് ഓർക്കുക. പിന്നെ സൈസ് നോക്കിയാൽ കാണാം, ഒബ്ജക്റ്റിനെക്കാട്ടിലും ചെറിയ സൈസിലാണ് ഇമേജ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. നമുക്ക് പ്രാക്ടിക്കൽ കണ്ടു നോക്കാം. കോൺവെക്സ് മിററിൽ നമുക്കൊരു സ്ക്രീനിൽ കിട്ടാതെ മിററിന്റെ പിന്നിൽ ഇമേജ് ഉണ്ടായതായിട്ട് തോന്നുന്നതിനാൽ ഇതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും. ഇമേജിന്റെ പ്രത്യേകത നോക്കുക, ഇത് നിവർന്നാണ് ഇരിക്കുന്നത് അഥവാ ഇറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇമേജിന്റെ സൈസ് നോക്കിയാൽ നമുക്ക് കാണാം ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ ചെറുതാണ്, അതായത് ഇമേജ് സ്മോൾ ആണ് അഥവാ ഡിമിനിഷ്ഡ് ആണ്. ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുമെന്ന് സംശയമുള്ളവർക്ക് ട്രിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. നമ്മൾ കോൺകേവ് മിററിന് 6 കേസാണ് പഠിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രിക്കിന് നമ്മൾ ആദ്യത്തെ 5 കേസുകൾ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 5 കേസ് ഇവിടെ എഴുതി വെച്ചു. ഒന്നാമത്തെ കേസ് അറ്റ് ഇൻഫിനിറ്റി, രണ്ടാമത്തെ കേസ് ബിയോണ്ട് സി, മൂന്നാമത്തെ കേസ് അറ്റ് സി, നാലാമത്തെ കേസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അഞ്ചാമത്തെ കേസ് അറ്റ് എഫ്. ഇനി ഈ ഓരോ കേസിലും എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത് അറിയാൻ വേണ്ടി ജസ്റ്റ് 5, 4, 3, 2, 1 എന്ന് എഴുതി വെച്ചാൽ മതി. ഞാൻ ഈ 5, 4, 3, 2, 1 ഏതാണെന്നോട് എഴുതി. നിങ്ങൾ വേണേൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയോ. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ നമുക്ക് എഫിലാണ് ഇമേജ് കിട്ടിയത്. ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെച്ചപ്പോൾ നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഇമേജ് കിട്ടിയത്. സിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ സിയിൽ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. ബിറ്റ്വീൻ സി ആൻഡ് എഫ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ബിയോണ്ട് സി ആണ് നമുക്ക് ഇമേജ് കിട്ടിയത്. അതുപോലെ എഫിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇൻഫിനിറ്റിയിലാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. ഇനി ഇതിന്റെ സൈസ് ഓർത്തിരിക്കുക, ഇത് വളരെ ചെറുത്, ചെറുത് ഒരേ വലുപ്പം, വലുത് വളരെ വലുത്. ആ ഒരു പാറ്റേൺ ഓർക്കുക. ഹൈലി ഡിമിനിഷ്ഡ്, ഡിമിനിഷ്ഡ്, സെയിം സൈസ്, എൻലാർജ്ഡ്, ഹൈലി എൻലാർജ്ഡ്. ഇനി ഇമേജിന്റെ മറ്റൊരു പ്രത്യേകത, ഈ 5 കേസിലും ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ കോൺകേവ് മിററിന്റെ ആദ്യത്തെ 5 കേസ് പഠിക്കാനായിട്ട് ഈ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പ്ലെയിൻ മിററിന്റെയും കോൺകേവ് മിററിനകത്ത് നമ്മൾ ബാക്കി വെച്ച 6ാമത്തെ കേസിന്റെയും കോൺവെക്സ് മിററിന്റെയും കൂടെ ഇമേജുകൾ തമ്മിലുള്ള ഒരു ട്രിക്ക് കൂടി നോക്കാം. പ്ലെയിൻ മിററിൽ ഇമേജ് സെയിം സൈസിലായിരിക്കും ഉണ്ടാകുന്നത്. കോൺകേവ് മിററിന്റെ 6ാമത്തെ കേസിൽ എൻലാർജ്ഡ് ഇമേജ് അഥവാ വലിയ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. കോൺവെക്സ് മിററിന്റെ കേസിൽ ചെറിയ ഇമേജ് അഥവാ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ 3 കേസിലും ഉണ്ടാകുന്ന ഇമേജ് വിർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇറക്റ്റും ആയിരിക്കും. ഈ 3 കേസിലും ഇമേജ് ഉണ്ടാകുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ്. കോൺവെക്സ് മിററിന്റെ കേസിൽ ബിഹൈൻഡ് ദ മിറർ എന്ന് പറയുന്നതിനോടൊപ്പം ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നുകൂടി പറയണം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മിറർ ഇക്വേഷൻ എന്നാണ്. ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് യുവും ഇമേജ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് വിയും ഫോക്കൽ ലെങ്ത് എഫും ആണെങ്കിൽ ഇവയെ 3നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 1/f = 1/u + 1/v. ഈ ഇക്വേഷനെയാണ് നമ്മൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും 2 വാല്യൂ കയ്യിലുണ്ടെങ്കിൽ 3ാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും പലർക്കും ഈ ഫ്രാക്ഷൻ ഉള്ള കണക്ക് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് 3 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് f = uv/u + v, 2 u = vf/v - f, 3 v = uf/u - f. ഈ 3 ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കണക്ക് വല്ലതും വരികയാണെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്തേക്ക് വാല്യൂ ഇട്ടിട്ട് നമുക്ക് എഫ് വേണ്ടപ്പോൾ ഈ ഇക്വേഷനോ, യു വേണ്ടപ്പോൾ ഈ ഇക്വേഷനോ, വി വേണ്ടപ്പോൾ ഈ ഇക്വേഷനോ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ പോർഷനിൽ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന വീഡിയോ ചാനലിൽ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്നെടുക്കാം, അല്ലെങ്കിൽ ചാനലിൽ ഡയറക്റ്റ് കയറി നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ്. ഇത് പറയുന്നത് നമ്മൾ ഒരു ലെൻസോ മിററോ ഉപയോഗിച്ച് അളവെടുക്കുമ്പോൾ ഗ്രാഫ് ഉപയോഗിച്ച് അളക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് പോസിറ്റീവ് നെഗറ്റീവും കൺസിഡർ ചെയ്യുന്നതെന്നാണ്. സോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് ജസ്റ്റ് നോക്കാം. ആദ്യം പറയുന്നത് നമ്മളുടെ മിറർ ഉണ്ടല്ലോ, മിററിൻ്റെ പോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാഫിൻ്റെ ഒറിജിനായ O ആയിട്ട് കൺസിഡർ ചെയ്ത് വേണം അളവുകൾ എടുക്കാനെന്നാണ്. നമ്മൾ പറഞ്ഞു ഗ്രാഫിൻ്റെ ഒറിജിനിലാണ് നമ്മുടെ മിററിൻ്റെ പോൾ വെക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസും ഗ്രാഫിലെ പോലെ തന്നെ പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. അതുപോലെ ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസും ഗ്രാഫിലെ പോലെ തന്നെ ഇവിടെയും നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. അടുത്ത പോയിന്റ്, നമ്മൾ ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിസിന് മുകളിലേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും പോസിറ്റീവായിട്ടും
എക്സ് ആക്സിസിന് താഴേക്ക് അളക്കുന്ന എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒറിജിൻ അല്ലെങ്കിൽ പോൾ കിടക്കുന്ന ഈ എക്സ് ആക്സിസിന് മുകളിലേക്കുള്ള എല്ലാ ഹൈറ്റും പോസിറ്റീവായിട്ടും ഈ എക്സ് ആക്സിസിന് താഴേക്കുള്ള എല്ലാ ഹൈറ്റും നെഗറ്റീവായിട്ടുമാണ് എടുക്കുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒറിജിനിൽ നിന്ന് അങ്ങോട്ട് എടുക്കുന്ന എല്ലാ ഡിസ്റ്റൻസും പോസിറ്റീവായിരിക്കും, ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് അളക്കുന്ന എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവായിരിക്കും. ഈ ആക്സിസിന് മുകളിലേക്കുള്ള എല്ലാ ഹൈറ്റും പോസിറ്റീവായിരിക്കും, ഈ ആക്സിസിന് താഴേക്ക് അളക്കുന്ന എല്ലാ ഹൈറ്റും നെഗറ്റീവായിരിക്കും. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എപ്പോഴും ഇൻസിഡൻ്റ് റേ ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ എന്ന്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാഗ്നിഫിക്കേഷൻ എന്നാണ്. മാഗ്നിഫിക്കേഷൻ സൂചിപ്പിക്കുന്നത് എം എന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ എം ഈസ് ഈക്വൽ ടു HI/HO, അതായത് ഹൈറ്റ് ഓഫ് ഇമേജിനെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് HI/HO എന്നുള്ള ഇക്വേഷൻ കൂട്ട് തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, M ഈസ് ഈക്വൽ ടു -V/U. ഈ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആണ്. നമുക്ക് ഇവിടെ M ഈസ് ഈക്വൽ ടു HI/HO എന്നുള്ളത് എങ്ങനെ -V/U തുല്യമായെന്നുള്ളത് മാത്തമാറ്റിക്കലി ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കോൺകേവ് മിററിന്റെ ഒരു ഇമേജ് ഫോർമേഷൻ വരച്ചു. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ OBPയും ട്രയാങ്കിൾ IMPയും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് കാണാം. കാരണം ഈ ട്രയാങ്കിളിലെ ഇത് 90 ഡിഗ്രിയാണ്, ഈ ട്രയാങ്കിളിലെ ഇത് 90 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും സെയിം ആണ്. സോ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് പറയാം. അതായത് IM divided by OB is equal to IP divided by OP. ഇവിടെ IM എന്നുള്ളത് ഹൈറ്റ് ഓഫ് ഇമേജ് ആയ HI ആണ്, OB എന്നുള്ളത് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയ HO ആണ്, IP എന്നുള്ളത് ഇമേജിന്റെ ഡിസ്റ്റൻസ് ആയ V ആണ്, OP എന്നുള്ളത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയ U ആണ്. സോ ഇതെടുത്ത് നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് HI/HO is equal to V/U എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും സൈൻ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ച് കണ്ടുപിടിക്കണം. സോ HI എന്നുള്ള ഇമേജിന്റെ ഡിസ്റ്റൻസ് ആക്സിസിന് താഴോട്ട് അളക്കുന്നതിനാൽ HI നെഗറ്റീവ് ആണ്. HO എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ ആക്സിസിന് മുകളിലോട്ട് അളക്കുന്നതിനാൽ HO പോസിറ്റീവ് ആണ്. ഇനി V എന്നുള്ള ഇമേജ് ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും ലെഫ്റ്റിലേക്ക് അളക്കുന്നതിനാൽ അത് നെഗറ്റീവ് ആണ്. U എന്നുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അളക്കുന്നതിനാൽ അതും നെഗറ്റീവ് ആണ്. സോ ഈ സൈൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ ഈ മൈനസും തമ്മിൽ ക്യാൻസൽ ആവും. സോ -HI/HO ഈസ് ഈക്വൽ ടു V/U എന്ന് കിട്ടും. നമുക്ക് -HI/HO എന്താണെന്ന് അറിയില്ല, പക്ഷേ HI/HO M ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്ന് മൈനസ് കളയാൻ വേണ്ടി ഞാൻ ഈ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് HI/HO ഈസ് ഈക്വൽ ടു -V/U എന്ന് കിട്ടും. നമുക്കറിയാം HI/HO M ആണ്. സോ M ഈസ് ഈക്വൽ ടു HI/HO ഈസ് ഈക്വൽ ടു -V/U എന്ന് നമുക്ക് കിട്ടും. ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു HI/HO ഈസ് ഈക്വൽ ടു -V/U എന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ അഥവാ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷ്യോ എഴുതാൻ പാടാണെങ്കിൽ ഒരു ട്രിക്ക് പറയാം. നമുക്ക് എന്തായാലും HI/HO ഈസ് ഈക്വൽ ടു V/U എന്നറിയാലോ. സോ HIക്ക് തുല്യമായ വാക്കാണ് ഈ IM, HOയ്ക്ക് തുല്യമായ വാക്കാണ് ഈ OB, Vക്ക് തുല്യമായ വാക്കാണ് ഈ IP, Uന് തുല്യമായ വാക്കാണ് OP. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ പടത്തിൽ നിന്നും ഈ വാല്യൂസ് കണ്ടുപിടിച്ച് ഈ റേഷ്യോ എഴുതിയാൽ മതി. നമുക്ക് മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം HI/HO 1 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. സോ നമ്മുടെ ഒബ്ജക്റ്റിനും ഇമേജിനും സെയിം സൈസ് ആണെന്നാണ് മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ വലുതാണെന്നും മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമേജ് ഒബ്ജക്റ്റിനെക്കാട്ടിൽ ചെറുതാണെന്നും ആയിരിക്കും. ഇനി M പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾക്ക് കിട്ടിയ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. അതുപോലെ M നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കിട്ടിയ പ്രതിബിംബം യഥാർത്ഥവും തലതിരിഞ്ഞതുമാണെന്നാണ്. ഒരു ട്രിക്ക് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ ഇമേജ്, അതായത് ഇൻവേർട്ടഡ് ഇമേജിനെ സൂചിപ്പിക്കും. ഇൻവേർട്ടഡ് ഇമേജ് റിയൽ ആയിരിക്കും. സോ നെഗറ്റീവ് വരുന്നത് റിയൽ ഇൻവേർട്ടഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് വരുന്നത് വിർച്വൽ ഇറക്റ്റ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ പഠിച്ച റിഫ്ലക്ഷന്റെ കേസുകൾ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. പ്ലെയിൻ മിറർ, കോൺകേവ് മിററിന്റെ 6ാമത്തെ കേസ്, കോൺവെക്സ് മിറർ എന്നിവ നമ്മൾ ഒരുമിച്ചാണ് ട്രിക്കിനകത്ത് പഠിച്ചത്. 3നകത്തും ഇമേജ് ഉണ്ടാവുന്നത് മിററിന്റെ പിന്നിലാണ്. അതുപോലെ തന്നെ ഇമേജ് നിവർന്ന് അഥവാ ഇറക്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്ലെയിൻ മിററിനകത്ത് സെയിം സൈസിൽ ഇമേജ് കിട്ടുന്നുണ്ട് നമ്മളിത് മുഖം നോക്കാനാണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് മിററിന്റെ 6ാമത്തെ കേസിൽ എൻലാർജ്ഡ് അതായത് വലിയ ഇമേജ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഷേവ് ചെയ്യുമ്പോഴും മറ്റും നമ്മുടെ മുഖം വലുതായി കാണാനും
അതുപോലെ ഡെന്റിസ്റ്റുകൾ പല്ല് ചെക്ക് ചെയ്യാൻ നേരത്ത് പല്ലിൻ്റെ ഇമേജ് വലുതായിട്ട് കാണാനുമാണ് കോൺകേവ് മിററിന്റെ 6ാമത്തെ കേസ് ഉപയോഗിക്കുന്നത്. ഡിമിനിഷ്ഡ് ഇമേജ് അഥവാ ചെറിയ ഇമേജ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺവെക്സ് മിററിനകത്ത് ഒരുപാട് ഏരിയ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നത് വണ്ടിയുടെയൊക്കെ റിയർ വ്യൂ മിറർ ആയിട്ട് ആണ്. കോൺകേവ് മിററിന്റെ 1ാമത്തെ 5ാമത്തെ കേസ് ആലോചിക്കുക. 1ാമത്തെ കേസിൽ ഇൻഫിനിറ്റിയിലുള്ള ഒരു വസ്തുവിന്റെ ഇമേജ് നമുക്ക് കിട്ടുന്നത് ഫോക്കസിലാണ്. അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേസിനെ ഫോക്കസിലേക്ക് എത്തിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് സോളാർ ഫർണസിലാണ്. ഇനി 5ാമത്തെ കേസിൽ ഫോക്കസിലുള്ള ലൈറ്റ് നമ്മൾ ദൂരേക്ക് പാരലായിട്ട് അയച്ചു, അതായത് ഇൻഫിനിറ്റിയിലേക്ക് അയച്ചു. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ടോർച്ചിനകത്തൊക്കെ ഒരു ബൾബ് കാണും. ആ ബൾബ് ഒരു കോൺകേവ് മിററിന്റെ ഫോക്കസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോർച്ചിൽ നമുക്ക് ഈ ഉണ്ടാവുന്ന വെട്ടത്തെ പാരലായിട്ട് ദൂരേക്ക് അയക്കാൻ പറ്റും. സോ സെർച്ച് ലൈറ്റ്, നമ്മുടെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഒക്കെയാണ് ഈ കേസിന്റെ എക്സാമ്പിൾസ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫീൽഡ് വ്യൂ ഓഫ് എ മിറർ എന്നാണ്. ഒരു മിററിന്റെ മാക്സിമം റേഞ്ച് ഓഫ് വിഷൻ ആണ് നമ്മൾ ഫീൽഡ് വ്യൂ ഓഫ് മിറർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒറിജിനലി ഉള്ള എത്ര വലിയ സ്ഥലമാണ് ആ മിററിൽ കൂടി കാണാൻ സാധിക്കുന്നതെന്നാണ് ഈ ഫീൽഡ് വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചതിൽ കോൺവെക്സ് മിററിനാണ് ഏറ്റവും കൂടുതൽ ഫീൽഡ് വ്യൂ ഉള്ളത്. അതുപോലെ കോൺവെക്സ് മിററിൽ കാണുന്ന ഇമേജ് ചെറുതും നിവർന്നതുമായിരിക്കും. ചെറിയ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഡ്രൈവർക്ക് തോന്നും ബാക്കിലുള്ള വണ്ടി അകലെയാണ് നിൽക്കുന്നതെന്ന്, കാരണം കുഞ്ഞതായിട്ടല്ലേ കാണുന്നത്. അങ്ങനെ തോന്നി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അതായത് നമ്മുടെ ഈ കണ്ണാടിയിൽ കാണുന്ന വസ്തുക്കൾ നമുക്ക് തോന്നുന്ന അകലത്തെക്കാട്ടിൽ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിലെ മുഴുവൻ കണക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും ലേറ്റസ്റ്റ് സക്സസിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും റിവിഷൻ വീഡിയോയും മറ്റ് റിലേറ്റഡ് വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.